കാസർഗോഡ് ചെറുവത്തൂർ മൈച്ച ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് 4ാം വർഷവും ക്ഷേത്ര ഊട്ടപുര തന്നെയാണ് ക്ലാസ് മുറി. കേടുപാടുകൾ സംഭവിച്ച സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കിയതിനെ തുടർന്നാണ് സമീപത്തെ ക്ഷേത്ര ഊട്ടുപുരയിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനം മാറ്റിയത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇരുപത്തിനാല് വർഷം മാത്രം പഴക്കമുണ്ടായിരുന്ന സ്കൂൾ കെട്ടിടം തകർച്ചാ ഭീഷണിയിൽ ആയിരുന്നതിനാൽ 4 വർഷം മുൻപാണ് പൊളിച്ചു നീക്കിയത്. പിന്നീടുള്ള കുട്ടികളുടെ അധ്യയനം തൊട്ടടുത്ത ശ്രീവയൽക്കര ക്ഷേത്രം ഊട്ടുപുരയിലാക്കി. 1 വർഷം കൊണ്ട് വിദ്യാലയത്തിന് പുതിയ കെട്ടിടം പൂർത്തിയാക്കാമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പ്രവൃത്തി ആരംഭിച്ചത്. നിലവിൽ ക്ഷേത്രം ഊട്ടുപുരയിലെ തട്ടുകൾ മറച്ച 4 ക്ലാസ് മുറിയിലാണ് ഈ വർഷവും വിദ്യാലയം പ്രവർത്തിക്കുന്നത്. കുട്ടികളുടെ ഭാവിയും ഈ നാട്ടിലെ മറ്റ് വികസനങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റി ഈ സ്കൂളിനെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തത്. പരിമിതമായ സൗകര്യങ്ങളിലാണ് കുട്ടികളും അധ്യാപകരും ഇവിടെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു സ്കൂൾ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കേണ്ട കുട്ടികൾ അമ്പല പരിസരത്ത് പഠിപ്പിക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അധ്യാപകരും കുട്ടികളും ഇവിടെ പഠനം നടത്തുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ സ്കൂളിൻ്റെ ബിൽഡിംഗ് പണി പൂർത്തിയാകാതെ ഏതാണ്ട് 4 വർഷത്തോളം നീണ്ടുപോയി. ആദ്യകാലത്ത് 1 വർഷത്തേക്കാണ് നമ്മൾ പെർമിഷൻ കൊടുത്തതെങ്കിലും അത് കാലദൈർഘ്യം വർദ്ധിച്ച് ഏതാണ്ട് 4-5 വർഷത്തേക്ക് നീണ്ടുപോയി. പശ്ചാത്തല സൗകര്യത്തിന്റെ അഭാവം കാരണം ഓരോ വർഷം കഴിയുന്തോറും സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. മുൻവർഷങ്ങളിൽ 50-60 കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 29 കുട്ടികൾ മാത്രമാണ് ഉള്ളത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ മറ്റു വിദ്യാലയങ്ങളിലേക്ക് മാറിപ്പോകുന്ന സ്ഥിതിയുമുണ്ട്. പഴയ സ്കൂൾ നിന്നിരുന്ന സ്ഥാനത്ത് 2 നിലകളിലായി മികച്ച സൗകര്യങ്ങളോടെ വിദ്യാലയത്തിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് 2.92 കോടി രൂപയാണ് കെട്ടിടത്തിനായി അനുവദിച്ചത്. അടുത്ത അധ്യയന വർഷത്തിലെങ്കിലും കുട്ടികളുടെ പഠനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ സാധിക്കുമോ എന്നാണ് നാട്ടുകാരും രക്ഷിതാക്കളും ചോദിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.